ഉണ്ണിമുന്തൻ്റെ പേജ് എടുക്കുക, ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് എടുക്കുക. അതിൻ്റെ അടിയിൽ വരുന്ന കമൻസിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻസ് ഇടുന്നവരുടെ പ്രൊഫൈൽ പിക്ചറുകൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് ഒരു 90% നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരും ഈ മമ്മൂട്ടി ഫാൻസ് ആയിരിക്കും. ഉണ്ണിമുന്തൻ്റെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ണിമുന്തൻ സമാജം സ്റ്റാർ എന്ന രീതിയിൽ എല്ലാ വിഭാഗം എന്നല്ല ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് നമുക്ക് മതാടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പോലും ഒരു വിഭാഗം മതത്തിൽ പെട്ടവർ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഉംഫി എന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന നിലയിലേക്ക് ഷെയ്ൻ പോവുകയുണ്ടായിരുന്നു. ഈ മട്ടാഞ്ചേരി മാഫിയയുമായി ബന്ധമുള്ള ചില പ്രൊഡ്യൂസറും ഈ സംവിധാനം ഈ ഉണ്ണിമുന്തനെ സൗഹൃദം മുതലെടുത്ത് ഉണ്ണിമുന്തനെ അവർക്ക് സമാജം സ്റ്റാറിൽ നിന്ന് തട്ടിയെടുക്കുന്നു. അപ്പോൾ സമാജം സ്റ്റാർ ആയിട്ടുള്ള ഉണ്ണി മുകുന്ദൻ 100 കോടി ക്ലബും കഴിഞ്ഞ് പാൻ ഇന്ത്യൻ സ്റ്റാർ പദവിയിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ്റെ ഈ ഒരു ഉയർച്ച ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ പലർക്കും കല്ലുകടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ണി മുകുന്ദൻ്റെ ഈ വളർച്ചയും മാർക്കോ എന്ന സിനിമയും ഒക്കെ ബാധിക്കുന്നത്? ഈ ഉണ്ണിമുകുന്ദനെ സമാജം സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ണിമുകുന്ദൻ സ്വീകരിച്ചിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളല്ല, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടുകളുടെ പേരിലാണ്. പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദന് ഈ പ്രധാനപ്പെട്ട ഹിന്ദു ഉത്സവങ്ങളുടെയൊക്കെ സമയത്ത് പോസ്റ്ററുകൾ ഇടുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് വിഷ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊന്നും മലയാളത്തിൽ അങ്ങനെ ചെയ്ത് വരുന്ന രീതി ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് വിനായക ചതുർത്ഥിക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന പലതരത്തിലുള്ള ഹിന്ദു ആഘോഷങ്ങൾ നമ്മളിപ്പം കേരളത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കാത്ത ഉത്സവങ്ങളുണ്ട്. അത്തരം ഈ ഗണേശ ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശോത്സവമൊക്കെ നമ്മൾ കേരളത്തിൽ അങ്ങനെ ആഘോഷിക്കാറില്ല. മുമ്പ് ഈ ഉണ്ണിമുകുന്ദനെ ഒരു ഗണേശൻ്റെ വിഗ്രഹം എടുത്ത് കയ്യിൽ പിടിച്ച് ആശംസകൾ ഗണേശോത്സവത്തിന് ആശംസകൾ നൽകുക. മാത്രമല്ല ഈ ഗണേശോത്സവത്തിന് പാലക്കാട് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഒറ്റപ്പാലത്ത് സ്ഥിരമായിട്ട് ഈ ഉണ്ണിമുകുന്ദന് പങ്കെടുക്കുക, ഈ അനുശ്രീ അങ്ങനത്തെ തലങ്ങൾക്കൊപ്പം പങ്കെടുക്കുക, ഇങ്ങനെ കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് ഉണ്ണിമുകുന്ദനെ ഈ സമാജം സ്റ്റാർ എന്ന രീതിയിലേക്ക് ഒരു വിഭാഗം ആക്ഷേപിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഉണ്ണിമുകുന്ദന് കൃത്യമായിട്ടുള്ള കഴിവുള്ള വ്യക്തിയായിരുന്നു. ഉണ്ണിമുകുന്ദനെ നല്ല രീതിയിലുള്ള കാല വഴങ്ങും എന്നുള്ള രീതിയിലുള്ള വ്യക്തിയാണ്. മാത്രമല്ല ഉണ്ണിമുകുന്ദനെ ചില കാര്യങ്ങൾ ഭാവങ്ങൾ വരില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഉണ്ണിമുകുന്ദൻ്റെ ആ ഒരു കരുത്ത് കൃത്യമായിട്ട് എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മലയാളത്തിൽ അങ്ങനെ അധികം പേർക്കില്ലാത്ത ഒരു ബോഡി ലുക്ക് ഉണ്ണിമുകുന്ദനുണ്ട്. അത് തന്നെയാണ് ഈ ഉണ്ണിമുകുന്ദനെ എല്ലാ തരത്തിൽ നിന്നും ഒരു വ്യത്യസ്തനായി. പ്രത്യേകിച്ച് പോലീസ് വേഷങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ്റെ ഒരു രസം, ആ ഒരു പോലീസ് ലുക്കിൽ നല്ല രസമുണ്ട്. ഒരു IPS ലുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കൊക്കെ ഉണ്ട്. അങ്ങനെയാണ് സ്ത്രീ ആരാധകരൊക്കെ ഉണ്ണിമുകുന്ദന് വലിയ രീതിയിൽ കൂടി വന്നിരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണ്ണിമുകുന്ദൻ്റെ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ണിമുകുന്ദൻ സമാജം സ്റ്റാർ എന്ന രീതിയിലെ എല്ലാ വിഭാഗം എന്നല്ല ഒരു വിഭാഗം ആളുകൾ, പ്രത്യേകിച്ച് നമുക്ക് മതാടിസ്ഥാനത്തിൽ വേണമെങ്കിൽ പോലും ഒരു വിഭാഗം മതത്തിൽ പെട്ടവർ എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലെങ്കിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ ആക്ഷേപിക്കുന്ന നിലയിലേക്ക് ഉണ്ണിമുകുന്ദൻ സംഘപരിവാറുകാരനാണ് എന്ന തരത്തിൽ പുറത്ത് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക്. പക്ഷേ ഉണ്ണിമുകുന്ദൻ ഒരിക്കലും സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള നിലപാടുകളോ രാഷ്ട്രീയ നിലപാടുകളോ ഒന്നും സ്വീകരിച്ചിട്ടില്ല. ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം ഷാഫി പറമ്പിലുമായിട്ട് ഉണ്ണിമുകുന്ദൻ നല്ല ബന്ധമാണ്. സംഘപരിവാറുകാരനാണെങ്കിൽ ഷാഫി പറമ്പിലുമായിട്ട് അത്ര ബന്ധമുണ്ടാവുക. ഷാഫിയുടെ പരിപാടികളിൽ ഉണ്ണി പങ്കെടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ചേട്ടാ, ഈ മാർക്കോ റിലീസ് ചെയ്ത സമയത്ത് ഷെയ്ൻ നിഗം ഒരു പ്രസ്താവന ഇറക്കി, അത് വലിയ രീതിയിലൊരു ചർച്ചയായി. പക്ഷേ ഷെയ്ൻ നിഗം മുസ്ലിം ആയതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലും സൈബർ അറ്റാക്ക് ഷെയ്ൻ നിഗം നേരിടുന്നുണ്ട്. അതായത് മുസ്ലിം ആയതുകൊണ്ടാണ് ഉണ്ണി മുകുന്ദനെതിരെ ഇങ്ങനെ സംസാരിക്കുന്നത്, സമാജം സ്റ്റാറിനെതിരെ ഇന്ന് സംസാരിക്കാൻ ഷെയ്ൻ നിഗം, അത് അങ്ങനെ ഒരു മതപരമായിട്ടുള്ള രീതിയിൽ കുറെ കമന്റ്സും കാര്യങ്ങളും. അതിൻ്റെ അകത്ത് ഒരു ബേസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഈ ഷെയ്ൻ്റെ ഒരു പടത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടിൻ്റെ അകത്ത് ഉണ്ണി മുകുന്ദൻ ഫിലിംസ് ഉംഫി എന്ന രീതിയിലേക്ക് അതിനെ ഒന്ന് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്ന നിലയിലേക്ക് ഷെയ്ൻ പോവുകയുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ കളിയാക്കി രീതിയിലേക്ക് വിളിക്കുന്നതായിരിക്കും. ഇപ്പോൾ അതിനെ ഈ ട്രോള് അന്ന് ഉണ്ടാക്കിയ അതേ ആൾക്കാരെ തന്നെ മറോ ട്രോള് ചെയ്യുകയാണ്. ഉണ്ണി മുകുന്ദനെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഷൈനിന് അത് പറ്റിയിട്ടില്ല. അപ്പം ഉണ്ണി മുകുന്ദൻ ഫാൻസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലുടനീളം ഫാൻസ് ഉള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന നിലയിലേക്ക് അതിനെ മറോ ട്രോള് വരുന്നുണ്ട്. എന്തായാലും മാർക്കോ വിഷയമാണ് നമ്മളെടുത്തത്. ഇപ്പം ഡിസംബർ 20-ാം തീയതി റിലീസ് ചെയ്ത മാർക്കോ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഈ പറയുന്ന 7-ാം തീയതി ആകുന്ന സമയത്ത് തന്നെ 110 കഴിഞ്ഞ് 115 കോടി അടുത്തിലേക്ക് കളക്ഷൻ പോയിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആദ്യ 10 പടങ്ങളിൽ ഒന്ന് എന്ന നിലയിലേക്ക് ഉണ്ണിമുകുന്ദൻ്റെ ഈ പടം പോവുക എന്ന് പറയുന്നത് പലരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലുള്ള ഒരു അസൂയ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച്
ഈ മലയാളത്തിലൊക്കെ എത്ര ദിവസം ഈ നടൻ്റെ ഇത്ര മുടി എത്ര കളക്ഷൻ കിട്ടി എന്ന് വളരെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ചില സൂപ്പർ സ്റ്റാറുകളുണ്ട്. അപ്പോൾ അത്തരമുള്ള സൂപ്പർ സ്റ്റാറുകൾ, പ്രത്യേകിച്ച് ഈ മട്ടാഞ്ചേരി മാഫിയൻ്റെ ഒക്കെ ഭാഗമായിട്ട് നിൽക്കുന്ന അത്തരം സൂപ്പർ സ്റ്റാറുകൾക്ക് ഈ ഉണ്ണി മൂന്നനെ പടം വിജയിക്കുന്ന സമയത്തേക്ക്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു വൈഡ് ആംഗിളിലേക്ക് ഉണ്ണി മൂന്നൻ പോകുന്നു, ഈ പാൻ ഇന്ത്യൻ സ്റ്റാറിലേക്ക് പോകുന്നു എന്ന് വരുമ്പോൾ അവർക്ക് വലിയ തരത്തിലുള്ള അസൂയ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അവർ പ്രകടിപ്പിച്ചില്ലേലും അവരുടെ ഫാൻസ് ഈ ഉണ്ണി മൂന്നൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം വളരെയധികം നമുക്ക് കൂടുതൽ ഡിസ്കഷൻ ഒന്നും ചെയ്യേണ്ട. ഈ ഡിസ്കഷൻ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഉണ്ണി മൂന്നൻ്റെ പേജ് എടുക്കുക, ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് എടുക്കുക. അതിൻ്റെ അടിയിൽ വരുന്ന കമൻസിൻ്റെ അകത്ത് നെഗറ്റീവ് കമൻസ് ഇടുന്നവരുടെ പ്രൊഫൈൽ പിക്ചറുകൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്ത് ഒരു 90% നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരും ഈ മമ്മൂട്ടി ഫാൻസ് ആയിരിക്കും. ഞാൻ മമ്മൂട്ടിയുടെ കുറ്റം പറയുന്നില്ല, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കിയ സമയത്ത്, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയ സമയത്ത് മമ്മൂട്ടിനെ അനുകൂലിച്ച് റിവ്യൂ ഇട്ടിട്ടുള്ള അല്ലെങ്കിൽ മമ്മൂട്ടി ചിത്രങ്ങളെ വലിയ തരത്തിൽ പുഷ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള പ്രൊഫൈലുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഉണ്ണി മൂന്നനെതിരായിട്ടുള്ള നെഗറ്റീവ് കമൻസുകൾ കൂടുതലും ഈ ഒരു മാർക്കോ വിജയിച്ച് നിൽക്കുന്ന സമയത്ത്, ഈ 100 കോടി ക്ലബ്ബിൽ അടുത്ത് നിൽക്കുന്ന സമയത്തും ഈ 100 കോടി ക്ലബ്ബ് കഴിഞ്ഞ ഘട്ടത്തിലും ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാം. മമ്മൂട്ടി ആ നിലയിൽ അതിനെ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല കേട്ടോ. പക്ഷേ മമ്മൂട്ടി അങ്ങനെ കാണാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം മമ്മൂട്ടി പുതിയ നടന്മാരൊക്കെ വിജയിച്ച് വരുന്നതിനെ വലിയ തരത്തിൽ അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഫാൻസുകൾ തമ്മിൽ എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ. അതുപോലെ മാർക്കോയിൽ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്, അതായത് ഡയറക്ഷൻ ആയാലും സ്റ്റോറി എഴുതിയ ആളായാലും അങ്ങനെ എല്ലാവരും മട്ടാഞ്ചേരി മാഫിയുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഉണ്ണിമുഖം തന്നെ മട്ടാഞ്ചേരി മാഫിയയിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങളാണോ നടത്തുന്ന രീതിയിലുള്ള കമന്റുകളും വരുന്നുണ്ട്. വളരെ രസകരമായിട്ടുള്ള അത്തരം കമന്റുകളുണ്ട്. അതായത് ഇതിൻ്റെ പറയുന്ന ഈ പ്രൊഡ്യൂസർ ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും മുസ്ലിംസ് ആണല്ലോ. അപ്പോൾ ഇത്തരം ആളുകൾ ഉൾപ്പെടുന്ന സംഘമാണ് ഈ മട്ടാഞ്ചേരി മാഫിയ എന്നാണല്ലോ നേരത്തെ ഈ പരിവാറുകാർ പറഞ്ഞ് ഫലിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അന്ന് സന്ദീപ് വാര്യറൊക്കെ സ്ഥിരമായിട്ട് പറയുന്ന അല്ലേ, സന്ദീപ് വാര്യർ ഇപ്പോൾ അങ്ങനെ പറയാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഈ മട്ടാഞ്ചേരി മാഫിയക്കെതിരെ പറഞ്ഞിരിക്കുന്ന ആ ഘട്ടത്തിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്കെതിരെ കൊണ്ടുപോകാം കേട്ടോ. ഈ മട്ടാഞ്ചേരി മാഫിയയുമായി ബന്ധമുള്ള ചില പ്രൊഡ്യൂസറും ഈ സംവിധായകനും ഈ ഉണ്ണി മൂന്നനെ സൗഹൃദം മുതലെടുത്ത് ഉണ്ണി മൂന്നനെ അവിടുത്തെ സമാജം സ്റ്റാറിൽ നിന്ന് തട്ടിയെടുത്തിട്ട് ഇപ്പുറത്ത്, പക്ഷേ ഉണ്ണി മൂന്നൻ്റെ വേറെ ഒരു സ്ട്രാറ്റജി ആയിട്ട് കാണത്തില്ലേ, ഇപ്പുറത്തെ ഉണ്ണി മൂന്നനെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ ആളുകളെ കൊണ്ട് തന്നെ ഉണ്ണി മൂന്നനെ കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഇതിൻ്റെ സംവിധായകനും നിർമ്മാതാവും മുസ്ലിംസ് ആയതുകൊണ്ട് തന്നെ ഉണ്ണി മൂന്നൻ ആ സിനിമയിൽ അഭിനയിക്കുന്ന വഴി ഈ സിനിമയെ അവർ കുറ്റം പറയില്ല എന്ന തരത്തിലേക്ക് ഉണ്ണി മൂന്നൻ സ്ട്രാറ്റജി അതിൻ്റെ അകത്ത് ഉണ്ടാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ഈ പടത്തിൻ്റെ കാര്യത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ 6-ാം തീയതി നമ്മുടെ ഇന്ത്യ ടുഡേയിൽ ഒരു അഭിമുഖം ഉണ്ടായിരുന്നു ഉണ്ണിമുന്നൻ്റെ ഒരു പ്രത്യേക കഴിവായിട്ട് ഞാൻ ഈ മാർക്കോൻ്റെ ഒരു ഘട്ടത്തിൽ മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിമുന്നന് ധാരാളം ഭാഷകൾ സംസാരിക്കാൻ അറിയാം, വൃത്തിയായി സംസാരിക്കാൻ അറിയാം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, തമിഴ് ഈ ഭാഷകളൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മലയാളം നന്നായി സംസാരിക്കും. പ്രത്യേകിച്ച് ഉണ്ണിമുന്നൻ ജനിച്ച് വളർന്നതൊക്കെ പുറത്തായതുകൊണ്ട് തന്നെ ഈ ഹിന്ദിയും മറ്റ് ഭാഷകളൊക്കെ സംസാരിക്കാൻ വേണ്ടി നല്ല കഴിവുള്ള വ്യക്തിയാണ്. അപ്പം ഈ ഇന്ത്യ ടുഡേൻ്റെ അഭിമുഖത്തിൻ്റെ അകത്ത് ഉണ്ണി മൂന്നനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള വയലൻസ് വളരെയധികം ഉണ്ടല്ലോ, അതിനെ അനുകൂലിക്കുന്ന തരത്തിലേക്കാണല്ലോ ഈ പടം പോകുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ച സമയത്ത് മറ്റാരാണെങ്കിലും ഒരു കൃത്യമായി സംസാരിച്ച് ശീലമില്ലാത്ത മറ്റാരാണെങ്കിലും പെട്ടെന്നൊന്ന് പതറിപ്പോകുന്ന ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത്, ലൈവിൽ ചോദിക്കുന്ന സമയത്ത് അതിന് കൃത്യമായി ഉത്തരം കൊടുക്കാൻ വേണ്ടി ഉണ്ണിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഉത്തരം എന്ന് പറയുന്നത് ഈ വയലൻസിൻ്റെ കാര്യത്തിൽ ഒരു ക്രൈം ചെയ്യാൻ വരുന്ന സമയത്ത് സ്ത്രീയോട് കൂടുതൽ സഹാനുഭൂതിയോടുകൂടി അല്ലെങ്കിൽ ദയോടുകൂടി അവരെ കൊല്ലുകയും പുരുഷനെ വേറെ ഒരു ദയോടുകൂടി കൊല്ലുകയും ചെയ്യുക, കുട്ടികളെ വേറെ ഒരു രീതിയിൽ കൊല്ലുകയും ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ ക്രൈം ചെയ്യാൻ വരുന്ന വ്യക്തിക്ക് ആ ക്രൈം ചെയ്യുക എന്നുള്ള ആ ക്രൈം ചെയ്യുന്ന വ്യക്തിയുടെ ആ ദീർഘവീക്ഷണം അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം അത് പൂർത്തീകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്ന ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള ക്രൈം എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഉണ്ണി മൂന്നൻ്റെ കുടുംബത്തെ മൊത്തം നശിപ്പിക്കാൻ വരുന്ന ഈ എതിരാളികൾ, ആ എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ അവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഉണ്ണി മൂന്നൻ്റെ കുടുംബത്തെ മൊത്തം ഇല്ലായ്മ ചെയ്യുകയാണ്. അതിൻ്റെ കുട്ടികളുണ്ട്, അതിൻ്റെ അകത്ത് സ്ത്രീകളുണ്ട്, അവരെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള നിലപാടിലേക്ക് അവിടെ തീരുമാനമെടുക്കുന്ന ഘട്ടത്തിൽ അവരെ എങ്ങനെ കൊലപ്പെടുത്തും അല്ലെങ്കിൽ സ്ത്രീയെ കൊല്ലുന്ന സമയത്ത് കൂടുതൽ ദയ അവിടെ അർഹിക്കുന്നില്ലേ എന്ന ചോദ്യമില്ല എന്ന രീതിയിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു മറുപടി ഉണ്ണി കൊടുക്കുന്നത് കണ്ടു.
അതാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണിമുന്നൻ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് നമ്മൾ കേരളത്തിൽ നിന്ന് കണ്ടിട്ടുള്ള ഈ മുൻനിര താരങ്ങൾ അല്ലെങ്കിൽ യുവജന താരങ്ങളിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ണിമുന്നൻ ചിന്തിക്കുന്നു, പ്രവർത്തിക്കുന്ന രീതി. നമുക്ക് പൃഥ്വിരാജുമായിട്ടൊന്നും താരതമ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ പൃഥ്വിരാജിന് നല്ല ഭാഷയുണ്ട്, നല്ല അറിവുണ്ട്, സിനിമേൻ്റെ എല്ലാ ടെക്നിക്കൽ ഭാഗത്തു നിന്നൊക്കെ ഉള്ള അറിവുണ്ട്. ആ നിലയിലേക്കൊക്കെ ചിലപ്പം വേണമെങ്കിൽ ഉണ്ണിമുന്നന് എത്താൻ സാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കപ്പാസിറ്റി ഉള്ള മനുഷ്യനാണ് ഉണ്ണിമുന്നൻ എന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഉണ്ണിമുന്നനുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഇൻ്റർവ്യൂവിനകത്ത് ഒരു ഹിന്ദി ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ കണ്ടു. അതിൻ്റെതൊക്കെ വളരെ രസകരമായിട്ട് ലാംഗ്വേജ് സംസാരിക്കുക എന്നുള്ള രീതിയിലൊക്കെ. അപ്പം ആ നാട്ടിലെ ആളുകൾ അവിടെ പുറത്തുനിന്നുള്ള ഒരു സ്റ്റാർ വന്ന് സംസാരിക്കുകയാണെങ്കിൽ പോലും ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വിജയ് ഒരു പടത്തിൻ്റെ പ്രൊമോഷൻ ഇവിടെ വന്നിട്ട് മലയാളത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് എത്രത്തോളം അവരോട് താല്പര്യം, നമ്മളിൽ ഒരാളായി തോന്നുന്ന ഒരു സ്വീകാര്യത, അതേ രീതിയിൽ ഉണ്ണിക്ക് അവിടെ അവരിൽ ഒരാളായിട്ട് ഇടം നേടാൻ വേണ്ടി കഴിഞ്ഞു. മാത്രമല്ല ഉണ്ണിമുന്നൻ്റെ ഈ പടം മറ്റ് വിദേശ രാജ്യങ്ങളിലാണെങ്കിലും വലിയ തരത്തിലുള്ള അവിടുത്തെ ബഹുമതികളിലേക്കല്ല, അവിടുത്തെ കുറേ അച്ചീവ്മെൻറ്റ്സിലേക്ക് പോകുന്ന തരത്തിലേക്ക് എത്തുകയാണ്. അവിടുത്തെ ഏറ്റവും കൂടുതൽ ഷോ എന്ന നിലയിലേക്കൊക്കെ 300 ഷോയിൽ നിന്ന് 3000 ഷോയിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ അങ്ങനെയൊക്കെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിൽ നിന്ന് ഒരു പടം പോകുമെന്ന് പറയുന്നത് അത് വലിയ കാര്യമാണത്. എനിക്ക് തോന്നുന്നത് ഇപ്പം 115 കോടിയും കണ്ട ഇപ്പം എത്തിയിരിക്കുന്നത് തോന്നുന്നു ഒരു 150 കോടിയിൽ മുകളിൽ കളക്ഷൻ കിട്ടാൻ സാധ്യതയുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ്. 150-200 ആയാലും പോലും ഒരിക്കലും ചിലപ്പം മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള പടം എന്ന് പറയുന്നത് മഞ്ഞുമൽ ബോയ്സാണ്. ഈ മഞ്ഞുമൽ ബോയ്സിനെയൊക്കെ കവച്ച് വെക്കാൻ സാധ്യതയുള്ള തലത്തിലേക്ക് പോലും ഈ ഉണ്ണിമുന്നൻ്റെ പടം പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും സമാജം സ്റ്റാർ എന്നുള്ള ആ ചീത്തപ്പേരിൽ നിന്ന് ഉണ്ണിമുന്നനെ എന്തായാലും ഒരു മോചനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ ഉണ്ണിമുന്നനെ ഈ ഒരു ഇപ്പോൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഫ്രെയിമുണ്ട്, ആ ഫ്രെയിം അതേപോലെ നിലനിർത്തുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ ബാഹുബലിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് ഈ പ്രഭാസും ഇവരൊക്കെ ആ പടത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു റിച്ച് ലുക്ക് അല്ലെങ്കിൽ ആ ഒരു ഫേസ് പിന്നീട് അവർക്ക് കണ്ടിന്യൂ ചെയ്യുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതേപോലത്തെ പടങ്ങൾ കിട്ടുക എന്നുള്ള പറയുന്നത്. അപ്പം മാർക്കോയിൻ്റെ അകത്ത് ഈ ഒരു അതിരൂക്ഷമായ വയലൻസ് ഉള്ള ഒരു പടം തന്നെയാണ്. പടം ഞാൻ കണ്ടു. ആ പടത്തിനെ സംബന്ധിച്ച് അതിൻ്റെ കഥയിലൊക്കെ സംബന്ധിച്ച് എനിക്ക് വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും അതിനകത്ത് വലിയ വയലൻസ് വന്നുകൊണ്ട് തന്നെ പടം കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന 2K കിഡ്സ് അടക്കമുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പുതിയ തലമുറ അടക്കം അതിനെ ഇഷ്ടപ്പെടുന്നു എന്ന തരത്തിലേക്ക് പോകുന്നു. ഈ കൊറിയൻ ഫിലിംസിൻ്റെ അകത്തൊക്കെ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ കൊറിയൻ ഫിലിംസിൻ്റെ അകത്ത് ഇതിലും കൂടുതൽ വയലൻസ് കാണിക്കുന്നില്ലേ എന്നുള്ള രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അതിൻ്റെ രീതിയിലേക്ക് അതിന് രണ്ട് പെർസ്പെക്റ്റീവിൽ തന്നെ ഇത്രയും വയലൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്. അതെ ഈ പക്ഷേ നമ്മുടെ എന്താ പറയുക പഴയ ജനറേഷനിലും ഇത്തരം ഭീകരമായിട്ടുള്ള പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മറച്ചു വെക്കാൻ പറ്റത്തില്ല. ഈ കൊറിയൻ ഫിലിംസൊക്കെ മലയാളത്തിൽ ധാരാളമായി കണ്ടുകൊണ്ടിരുന്നത്. ഇത്തരത്തിൽ മലയാളത്തിലൊരു ചിത്രം ഇറങ്ങിയിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ മറ്റ് അന്യഭാഷകളിലൊക്കെ ഇത് ധാരാളമായിട്ട് ഇത്തരത്തിൽ വളരെ ക്രൂവലായിട്ടുള്ള ചിത്രങ്ങൾ, ക്രൂരമായിട്ടുള്ള മൂന്നാം മുറ പോലീസ് ഉപയോഗിക്കുന്നതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തമിഴിലും മലയാളത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരം ചിത്രങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കുട്ടികളോടും അല്ലെങ്കിൽ സ്ത്രീകളോടും ഇത്തരത്തിൽ ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് ആ കൊലപാതകത്തിൻ്റെ ഓരോ രീതികൾ അത് ആ സിനിമേൻ്റെ ഒരു രഹസ്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷെ അത്തരം രീതി വരുമ്പോൾ ആ പടത്തിനെ അല്ലെങ്കിൽ ആ രീതിയൊക്കെ പുതിയ തലമുറ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. എന്തായാലും ഉണ്ണിമുന്നനെ സംബന്ധിച്ചിടത്തോളം ഉണ്ണിമുന്നൻ്റെ കരിയറിൽ ഈ മാർക്കോയ്ക്ക് മുമ്പും മാർക്കോയ്ക്ക് ശേഷവും എന്ന രീതിയിലേക്ക് അടയാളപ്പെടുത്തുകയായിരിക്കും ഇനി ഉണ്ടാവുക.